എല്ലാറ്റിനും വേണ്ടി ദൈവത്തിന് സ്തോത്രമർപ്പിക്കുക. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 4 മുതൽ 7 വരെ. ചിന്തയ്ക്കായിട്ട് 6-ാം വാക്യം. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുകയത്രേ വേണ്ടത്. ക്യാൻസർ രോഗം മൂർധന്യഘട്ടത്തിലെത്തി മരണത്തോട് മല്ലിടുന്ന രോഗിണി അതിൻ്റെ ഗൗരവം ആരും പറയാതെ തന്നെ മനസ്സിലാക്കിയിരുന്നു. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ സാധാരണക്കാർ ചെയ്യാറുള്ളതുപോലെ അവർ നെറ്റിച്ചുളിച്ചില്ല, ദൈവത്തോട് പരാതിപ്പെട്ടുമില്ല. അത്യുഗ്രമായ വേദനയുടെ തീച്ചുളയിൽ വെന്തുരുകുമ്പോഴും അവർ ചിരിക്കുക മാത്രമേ ചെയ്തുള്ളൂ. കാണാൻ ചെല്ലുന്നവരെ സന്തോഷമെന്ന് പറഞ്ഞുകൊണ്ട് സ്വാഗതം ചെയ്തു വന്നു. ഒപ്പം ദൈവത്തിന് സ്തോത്രം എന്നുകൂടി ഉള്ളിൽ പറയുവാൻ അവർ മറന്നില്ല. രോഗത്തെയും മരണത്തെയും അഭിമുഖം ദർശിക്കുന്ന ഒരാൾക്ക് ഇങ്ങനെയുള്ളൊരു പ്രതികരണം ഉണ്ടാകുമോ എന്ന് ആരും സംശയിച്ചു പോകും. സുബോധമില്ലാത്തവർക്ക് മരണത്തെ നോക്കി ചിരിക്കുവാൻ കഴിയൂ എന്ന് ചിലർ പറഞ്ഞേക്കാം. എന്നാൽ ഭക്തി ചൈതന്യത്തിൻ്റെ നിറവിലെത്തിയ ചുരുക്കം ചിലർക്ക് കഷ്ടതയുടെയും മരണത്തിൻ്റെയും മുഖത്ത് നോക്കി ചിരിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് ലോകചരിത്രം സാക്ഷ്യം വഹിക്കുന്നുണ്ട്. എല്ലാറ്റിനു വേണ്ടിയും സ്തോത്രം ചെയ്യുന്നവരാണ് ഇക്കൂട്ടർ. അത് സാധ്യമാണോ എന്ന് ചിലർ സംശയിച്ചേക്കാം. പക്ഷേ അങ്ങനെയുള്ളവർക്ക് മാത്രമേ പുഞ്ചിരിയോടുകൂടി മരണത്തെ സമീപിക്കാൻ കഴിയൂ. ഏത് സാഹചര്യത്തിനും സർവേശ്വരനെ സ്തുതിക്കുക എന്നത് പഴയ നിയമത്തിലെ ക്രിയാത്മകമായ കൽപ്പനയാണ്. ഭയപ്പെടരുത്, കർത്താവിനെ സ്തുതിക്കുക. ഇവ രണ്ടും ബൈബിളിൽ ആവർത്തിച്ച് പറയുന്നു. ഏതെല്ലാം വിഷമവൃത്തങ്ങളിൽ കിടന്ന് നട്ടം തിരിഞ്ഞാലും ദൈവത്തെ സ്തുതിക്കുവാൻ നമുക്ക് കഴിയണം. ഇത് സാധ്യമാണോ എന്ന ചോദ്യത്തിൻ്റെ മറുപടിയാണ് മേൽപ്പറഞ്ഞ രോഗിണിയുടെ ദൃഷ്ടാന്തത്തിൽ തെളിഞ്ഞു കാണുന്നത്. യുക്തി ചിന്തയുടെ വെളിച്ചത്തിൽ ഈ ആശയം ദുർഗ്രഹമായി ഇരിക്കാം. ഇതിനെ ചോദ്യം ചെയ്ത ഒരു യുവാവായിരുന്നു ജോൺ വെസ്ലി. ഒരു ക്രൈസ്തവ ഭവനത്തിൽ ജനിച്ചു വളർന്ന വെസ്ലി 21-ാമത്തെ വയസ്സിൽ ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ ചേർന്നു. കുശാഗ്രബുദ്ധിയും ഏതു തത്വ ചിന്തയുടെയും ആഴത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന പ്രതിഭയുള്ള ആ യുവാവ് ചില ആശയങ്ങളെ നിന്ദാഗർഭമായി വീക്ഷിക്കുന്ന പ്രതീകാരനായിരുന്നു. മനുഷ്യൻ്റെ ദൗർഭാഗ്യങ്ങൾ ദൈവത്തിൻ്റെ നേരമ്പോക്കാണെന്ന് പുച്ഛഭാവത്തിൽ പറയുന്ന ചിലരെ പോലെയായിരുന്നു വെസ്ലി. അദ്ദേഹത്തിൻ്റെ ചിന്തയിലും ജീവിതത്തിലും സമൂല പരിവർത്തനം വരുത്തിയ ഒരു സംഭവം ഒരിക്കലുണ്ടായി. ഒരു ചുമട്ടുതൊഴിലാളിയുമായി വെസ്ലി സംസാരിക്കുകയായിരുന്നു. കീറിപ്പറഞ്ഞ കോട്ട് ധരിച്ചിരുന്ന ആ പാവപ്പെട്ട മനുഷ്യന് അതല്ലാതെ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. പരിമ ദരിദ്രനായ ആ മനുഷ്യന് ദൈവത്തോട് എന്തെന്നില്ലാത്ത നന്ദിയും സന്തോഷവും ഉണ്ടായിരുന്നു. ഇനിയും എന്തിനു വേണ്ടിയാണ് താങ്കൾക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ ബാക്കിയുള്ളത് എന്ന് വെസ്ലി ആ മനുഷ്യനോട് പരിഹാസപൂർവ്വം ചോദിച്ചു. പുഞ്ചിരി തൂക്കിക്കൊണ്ട് ആ ചുമട്ടുതൊഴിലാളി വിനയപൂർവ്വം പറഞ്ഞു, ദൈവത്തെ സ്നേഹിക്കുവാൻ ഒരു ഹൃദയവും ജീവനും അസ്തിത്വവും സർവോപരി ദൈവത്തെ സേവിക്കുവാനുള്ള ആഗ്രഹവും നൽകിയിരിക്കുന്നതിന് വേണ്ടിയും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ജോൺ വെസ്ലി ഹൃദയസ്പർക്കായ ഈ മറുപടി കേട്ടപ്പോൾ വികാരഭരിതനായി. ദൈവത്തോട് കൃതജ്ഞതനായിരിക്കുക എന്ന ദർശനത്തിൻ്റെ ആഴം ആ പാവപ്പെട്ട മനുഷ്യൻ്റെ വാക്കുകളിൽ നിറഞ്ഞു നിന്നിരുന്നു. വർഷങ്ങൾക്ക് ശേഷം ജോൺ വെസ്ലിയുടെ മരണശയ്യയ്ക്ക് ചുറ്റും നിന്നവർക്ക് ഞാൻ സർവേശ്വരനെ പൂർണ്ണ ഹൃദയത്തോടുകൂടി സ്തുതിക്കും എന്ന ദാവീദ് എഴുതിയിരിക്കുന്നതിൻ്റെ അർത്ഥം അദ്ദേഹം എത്രമാത്രം ഗ്രഹിച്ചിരുന്നു എന്ന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. നമ്മുടെ രോഗശയ്യയും മരണശയ്യ പോലും ഈശ്വര സ്തുതി ഉയർത്തുവാനുള്ള അവസരങ്ങളാക്കി തീർക്കുമ്പോൾ മാത്രമേ ജീവിതം ധന്യമാകൂ. ഓർക്കണമേ, വാക്കുകൾ പ്രവൃത്തികളാണ്, അധരങ്ങളുടെ പ്രവൃത്തികൾ. അവ സത്യസന്ധമായിരിക്കട്ടെ. കൊലോസ് ലേഖനം 3:15. ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. അതിനാലല്ലോ നിങ്ങൾ ഏക ശരീരമായി വിളിക്കപ്പെട്ടിരിക്കുന്നത്. നന്ദിയുള്ളവരായി ഇരിപ്പിൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ കർത്തൃശുശ്രൂഷയിൽ എളിയ ദാസൻ.